എന്തായാലും നാളെ മുതൽ സ്കൂളിൽ പോണം. അപ്പൊ ഇത്രയും ദിവസം വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല എന്ന് പറയണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണ് ഈ വീഡിയോ. അതായത് നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ക്യൂട്ട് സ്റ്റിക്കേഴ്സില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അതും വാട്ടർ പ്രൂഫും കൂടെ ആയാലോ. ആദ്യത്തെ പണി ഇവരൊന്ന് ഡിസൈൻ ചെയ്തെടുക്കലാണ്. ഒന്നല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിവരച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്കത് സിമ്പിൾ ആയിട്ട് പ്രിന്റ് ചെയ്ത് ചെയ്യാം. പ്രിന്റ് എടുക്കാൻ പിന്നെ ഭയങ്കര സിമ്പിൾ ആണല്ലോ. ഫോണിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിട്ട് മുറിയിലെ വെട്ടം അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പൊ താഴെ വെച്ചിരിക്കുന്ന ലൈൻസ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ പൊക്കത്തൂടെ ഒന്ന് വരച്ചെടുത്താൽ മതി. ഇനി ആ ലൈൻസിന്റെ കട്ടി കുറയ്ക്കാനായിട്ട് 3 മായ്ച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഉള്ളിലെ കലാകാരൻ ഉണരേണ്ട സമയം. അതായത് മെയിൻ സ്റ്റെപ്പ് കളർ. ഇതായിരുന്നു കേട്ടോ ശരിക്കും ഒരു ഭയങ്കര സമയമെടുത്ത സ്റ്റെപ്പ്. കളറാണ് ഞാൻ അടിച്ചിട്ടും എങ്ങോട്ടും എത്തണമില്ല. ഇതാണെങ്കിൽ ഒട്ടും തീരണമില്ല. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ കളറൊക്കെ അടിച്ച് നമ്മൾ പൂർത്തിയാക്കി എടുത്തു. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ഔട്ട്ലൈൻ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗിയൊക്കെ പുറത്തു വരാം. അതിന് ഏറ്റവും നല്ലത് CD മാർക്കർ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കണതാണ്. ഇപ്പൊ എന്റെ അതൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ജെൽ പെന്നാണ് എടുത്തത്. പിന്നെ ഇതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പമുള്ള പണി നമ്മൾ ഗൂഗിളിൽ പോയിട്ട് കവായി സ്റ്റിക്കേഴ്സ് ഒക്കെ നോക്കിയെടുത്തിട്ട് അത് സ്റ്റിക്കർ പ്രിന്റ് എടുക്കണമായിരിക്കും. പിന്നെ നമ്മുടെ ലക്ഷ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി മെനക്കടക്കം ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 3 കളർ ചെയ്ത് ഔട്ട്ലൈൻ ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 സെന്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മളൊന്ന് വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേ ആ സ്റ്റിക്കറിന്റെ ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ അങ്ങോട്ട് പുറത്തോട്ട് വരുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയുണ്ടായിരുന്നു സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കാൻ. സ്റ്റിക്കറിലെ 10 മിനിറ്റിൽ കാര്യം തീരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒരു 9 മണിയാവാറായപ്പോ. അവസാനം കഴിഞ്ഞ സമയം നോക്കിയപ്പോ 12 മണിയാവാറായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോട്ടെ, നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടല്ലേ. ഇനിയാണ് നമ്മുടെ സ്റ്റിക്കറിന്റെ ആയുസ് കൂട്ടാനുള്ള സ്റ്റെപ്പ് വരുന്നത്, അതായത് സെല്ലോ ടേപ്പ് തന്നെ. ഇനി ഈ സ്റ്റിക്കർ കൊണ്ട് നാളെ നമ്മള് മഴയത്തോ വെയിലത്തോ എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവം കേടാവരുതല്ലോ. പിന്നെ ഈ സ്റ്റിക്കർ കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ്. ഇതിന് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടായിരുന്നു, അതൊക്കെ എങ്ങനെയോ പോയി. പിന്നെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമ്പോൾ സൂക്ഷിച്ചൊട്ടിക്കണം. എയർ ബബിൾസ് എങ്ങാനും നടുക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സിന്റെ വധൂര് വന്ന പോലെ ഇരിക്കും. അങ്ങനെ അവസാനം നമ്മുടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും തരാൻ മറക്കല്ലേ.